ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് പാർട്ടീഷൻ ചെയ്യാൻ പോകുക. ഇതൊക്കെ പഴയ ഒരു കൂടാണ്. അപ്പോൾ പണിക്കാരൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ലാഭമൊന്നുമില്ല. കോഴിയുടെ മുട്ട വിറ്റ് കിട്ടണേക്കാൾ ഇരട്ടി പൈസയാവും കോഴിത്തീറ്റ വാങ്ങാൻ വേണ്ടി. കോഴിക്കോടിന്റെ പണി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് പാർട്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ജോലിയിലോട്ട് കിടക്കാം. രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങി. പുള്ളിക്കാരൻ രാവിലെ തന്നെ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയാലോ. ഇതൊക്കെ പഴയ ഒരു കൂടുണ്ടായിരുന്നു. ആ കോഴിക്കോട് പൊളിച്ചിട്ടാണ് അകത്ത് കോഴിക്കോട് പാർട്ടീഷൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് അത് കാണാം. അവിടെയാണ് കോഴിയൊക്കെ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ പോപ്പിയെ കടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് പോപ്പിയും പപ്പിയുടെ മക്കളും, ഇപ്പുറത്ത് കോഴികളെ വളർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും കോഴി വളർത്താൻ പോവുകയാണ്. ഒരു 6-7 മാസം കോഴിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വയ്യാതെയൊക്കെ ആയപ്പോഴത്തേക്ക് നോക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അതുമായിട്ട് കോഴിയൊക്കെ പ്രായമായതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ച് ചിക്കൻ കറി വെക്കാൻ ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ അതിനുശേഷം വീണ്ടും കോഴിയെ വളർത്താമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഇതിൽ ലാഭമൊന്നുമില്ല, നഷ്ടം ഉണ്ട്. കോഴിത്തീറ്റയൊക്കെ വാങ്ങിയാൽ ഒരുപാട് പൈസയാകും. കോഴിയുടെ മുട്ട വിറ്റ് കിട്ടണേക്കാൾ ഇരട്ടി പൈസയാകും കോഴിത്തീറ്റ വാങ്ങാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല. വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഇതൊക്കെയാണല്ലോ. എൻ്റർടൈൻമെൻറ്റും ആവും, സമയം പോവും. അപ്പോൾ പണികളൊക്കെ പുരോഗമിക്കുകയാണ് ഗൈസ്. അപ്പോൾ പണിക്കാരൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡ്, ഞാനിവിടെ ചെറിയ കുത്തിയല്ല, ഫോണും പിടിച്ച് നിൽക്കുന്നു. പറയാം പണിക്കാരൻ്റെ പണി എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ പണിക്കാരാ? അടിക്കരച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ആണി കൊണ്ട് ഗൈസ് കറക്കാതെ വെച്ചേ. അപ്പൊ കോഴിക്കോടിലിടാനുള്ള പൊടികളുമായിട്ട് ആൾക്കാർ വരെയാണ്. വർക്കേഴ്സ് ഇതാ പോണ ഒരു വർക്കേഴ്സ്, ഇതോ പോരുന്ന ഒരു വർക്കേഴ്സ്. പാവം കൺമണി ഉപ്പ് വീണനെ കണ്ണേ. കോഴിക്കോടിന്റെ പണി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ബിരിയാണിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ ഒരു സൈഡിലാകുന്നുണ്ട്. എനിക്കുള്ള അരി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുന്നതാണ്. കലം. അപ്പം ചിക്കൻ കറി ആയിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നു. കൈ പൊള്ളി ഗായ്സ്, കൈ പൊള്ളി.